വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ എം ശ്രീലക്ഷ്മി. ഇന്ന് ഞങ്ങൾ ഫാമിലിയൊക്കെ കൂടി ഒരു ഡേ ഔട്ട് പോയൊരു ദിവസമായിരുന്നേ. രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ സുട്ടപ്പം വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നേരെ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയാണ് പോകുന്നത്. എനിക്കുണ്ടായിരുന്നത് SBI അക്കൗണ്ട് ആയിരുന്നേ. അത് മാത്രമല്ല, എനിക്കൊരു അക്കൗണ്ട് വേണമെന്ന് തോന്നി. ഇനിയും കുറച്ച് പ്രൊഫഷണലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു അക്കൗണ്ട് പോരല്ലോ. 1-2 ബാങ്കിൽ കയറിയിട്ടും എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റിയില്ലേ. പിന്നെ നമ്മൾ വന്നത് IOB ബാങ്കിലായിരുന്നേ. ഇവിടെ എല്ലാം വളരെ പെട്ടെന്ന് കിട്ടി. ഒരു ATM-ഉം സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കിട്ടിയേ. പിന്നെ തൊട്ടപ്പുറത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഞാൻ കേറിയിട്ടുണ്ടായിരുന്നേ. പണ്ട് കുറെ നാള് ഇവിടെ ജോലി ചെയ്തിരുന്നല്ലോ ഞാൻ. അങ്ങനെ അവരെയും കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കിട്ട് ഞാൻ നേരെ പോയത് ഈ റാണിയിലേക്കാണ്. എന്തിനാ വന്നേന്നല്ലേ, ഒരു ഡയറി വാങ്ങിക്കാൻ. എനിക്ക് മനസ്സിന് ഉദ്ദേശിച്ച ഡയറി ഒന്നും ഒരു കടയിൽ നിന്നും കിട്ടിയില്ലേ. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ നിർത്തിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നേ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് ചിക്കനും വാങ്ങിച്ചിട്ട് നേരെ പോയത് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ നമ്മൾ ഷോപ്പിങ്ങിന് പോയെങ്കിലും വല്യമ്മയ്ക്കാണ് കൂടുതലായിട്ട് വാങ്ങിച്ചത്. നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളേ. അമ്മ നല്ലൊരു കോഫിയും ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒക്കെ തന്നെ. അതും കഴിച്ചിട്ട് നേരെ പോയി ഒരു സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കിയേ. എനിക്കിതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഈവനിങ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കിയത്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, ശരിക്കും എമ്മിയാണ്. ഇതിന്റെ റെസിപ്പി ഓൾറെഡി നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനും സുട്ടപ്പനും നമ്മൾ എല്ലാരും കൂടി പോകുന്നത് നേരെ നമ്മുടെ ആലപ്പുഴ ബീച്ചിലേക്കാണ്. മറ്റന്നാള് നമ്മുടെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കാൻ പോകും. അതിനു മുമ്പായിട്ട് ഫാമിലീസിനെ എല്ലാരെയും കൂടി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കാർണിവല്. അങ്ങനെ നേരെ നമ്മള് എക്സ്പോ കാണാൻ വേണ്ടി കയറിയേ. ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ കുട്ടികളെ ഫാമിലിയൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഇത് എന്തായാലും ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ ആയിട്ട് പൊക്കോ, അടിപൊളിയാണ്. നമ്മൾ എൻട്രി ചെയ്യുന്നത് തന്നെ ഫസ്റ്റിലെ ബേർഡ്സും സ്നേക്കും ഒക്കെ ഉള്ള ഏരിയയിലാണ്. ശരിക്കും ഇതുണ്ടല്ലോ, നമ്മളൊരു മായാ ലോകത്ത് പോയൊരു ഫീലാ. നമ്മുടെ ചുറ്റിനും ഇങ്ങനെ കുറെ ബേർഡ്സ് പറന്ന് നടക്കും. ശരിക്കും ഇത് നമ്മളെക്കാട്ടിലും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ സുട്ടപ്പനാണ്. അവൻ അറിയില്ലല്ലോ ഇത് പാമ്പാണെന്ന്. സോ അവൻ വളരെ എൻജോയ് ചെയ്താണ് എല്ലാം കണ്ടു തീർത്തത്. അങ്ങനെ ഈ ഒരു ബേർഡ്സിന്റെ ഏരിയന്ന് പിന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ അവതാറിലേക്കാണ്. ശരിക്കും ഉണ്ടല്ലോ, അവതാർ മൂവിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടുവേ. പിന്നെ ഞങ്ങളുടെ സുട്ടപ്പന് ഈ ലൈറ്റ്സും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇവൻ ശരിക്കും എൻജോയ് ചെയ്താണ് ഇതും കണ്ടത്. ഇതില് 2 കാര്യങ്ങൾ മാത്രമാണ് അവൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. അവതാറിലൊക്കെ അതേ സെറ്റാണ് ഇവർ ഇതിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും എന്ത് രസാ കാണാനെന്നറിയോ. ഇവിടുന്ന് നമ്മൾ ഇനി നേരെ പോകുന്നത് ഡോം തിയേറ്ററിലാണ്. ഇവിടെ കയറിയപ്പോ ആശാൻ ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ പകുതിക്ക് വെച്ച് അവനങ്ങ് ഇറങ്ങിപ്പോയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇരുട്ട് ഭയങ്കര പേടിയാണ്. അതാണ് മെയിൻ റീസൺ അവൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോവാൻ. ചില സമയം വരുമ്പോഴത്തേക്കും ഈ ഡോം തിയേറ്ററിൽ നല്ലൊരു ഇരുണ്ട അന്തരീക്ഷമായിരിക്കും. അത് അവന് ഭയങ്കര പേടിയായിട്ട് അവനങ്ങ് ഇറങ്ങിയായിരുന്നു പകുതിക്ക് വെച്ചിട്ട്. ഈ ഒരു മാസം കൂടി ഉള്ളേ നമുക്ക് ഇത് കണക്ക് സുട്ടപ്പനെയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ അവൻ നേരെ അവന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുമ്പോഴൊക്കെയല്ലേ നമുക്കിത് കണക്ക് കൊഞ്ചിക്കാൻ പറ്റത്തുള്ളവനെ. അതുകൊണ്ട് അവൻ വീട്ടിലുള്ള സമയം നമ്മൾ എല്ലാവരും അവനെ മാക്സിമം പുറത്തൊക്കെ കൊണ്ടുപോയി ശരിക്കും എൻജോയ് ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഔട്ട് ഇവിടെ കൊണ്ട് അവസാനിക്കുക. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ, ബൈ ബൈ, ലവ് യു ഓൾ.